എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മുടെ റോസയിലൊക്കെ നല്ലവണ്ണം ഒരുപാട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ റോസയൊക്കെ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ നല്ല ബുഷിയായിട്ടൊക്കെ വെട്ടിവിടുന്നതനുസരിച്ച് നല്ല ഭംഗിയായിട്ട് വരികയും അതിൽ ധാരാളം പൂക്കളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം അവർക്കൊക്കെ അറിയാം എങ്ങനെയാണെന്നൊക്കെ വളം കൊടുക്കേണ്ടത്. അറിയാത്തവരായിട്ടൊന്നുകൂടെ പറയുകയാണ്, നമ്മൾ റോസയ്ക്ക് വളം കൊടുക്കുമ്പോൾ എപ്പോഴും 15 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരു പ്രാവശ്യം വളം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ സ്പ്രേ ചെയ്യണം. അതായത് നമ്മുടെ വീട്ടിലുള്ള ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എക്സോഡസ് 15 ദിവസം കൂടുമ്പോഴവർക്ക് മസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഇലയുടെ മഞ്ഞളിപ്പും അതുപോലെ തന്നെ ഇല കുഴിച്ചിലും മുരടിപ്പും ഒക്കെ പെട്ടെന്ന് മാറത്തുള്ളൂ. ഈ ഒരു റോസ് നോക്കി നല്ലവണ്ണം പൂക്കൾ നല്ല ബുഷിയായിട്ട് നിറയെ മൊട്ടുകളും ഉണ്ടായിട്ടുള്ള റോസയാണ്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം നമ്മുടെ ജൈവവളമാണ് കൊടുത്തത്. അതായത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ച മണ്ണും ചാണകപ്പൊടിയും വെല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മണലും എല്ലാം കൂടെ കുമ്മായം എല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണിനകത്താണ് ഞാൻ നട്ടത്. അതായത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ച ഉടനെ നട്ടില്ല, ഒരു 2 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ആ മണ്ണിൽ നട്ടത്. അതിനുശേഷം ഒരു മാസത്തിന് വളമൊന്നും കൊടുക്കണ്ട. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ജൈവവളം കൊടുക്കാം. അതിന് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് ഒരു രാസവളം കൊടുക്കാം. NPK 19-19-19 എന്ന വളം കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചെടികളുടെ റോസയുടെ മുരടിപ്പും പ്രശ്നങ്ങളും മാറി ആ ചെടി ഹെൽത്തി ആയിട്ട് വളരാനുള്ള ഒരു സൊല്യൂഷനാണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ കായപ്പൊടി വളരെ നല്ലതാണ്. നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന ഇപ്പം പ്രശ്നങ്ങളാണ്, അതായത് പൂമൊട്ടുകൾ കരിഞ്ഞു പോവുകയും അതിൻ്റെ പൂക്കളിൽ ഒരുപാട് വണ്ടുകൾ വന്ന് നിറഞ്ഞു നിൽക്കുകയും അതൊന്നും പോകത്തില്ല, ഇങ്ങനെ കൂടി പിടിച്ച് നിന്നിട്ട് ആ പൂക്കളെ പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ടല്ലേ. അതിനെയൊക്കെ തുരത്താനായിട്ട് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു കായപ്പൊടി എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ റോസിലൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടുകൾ. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അത് വരാതിരിക്കുക, കാരണം ഇതിൻ്റെ ആ സ്മെല്ല് കൊണ്ട് തന്നെ അത് അടുക്കത്തില്ല. പിന്നെ നമ്മുടെ പച്ചക്കറി തൈകൾക്കുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ് ഈ കായപ്പൊടി അല്ലേ. ഇത് സാമ്പാർ കായമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടയാണെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയ പീസ് കട്ട, അതായത് ഒരു ശകലം ഒരു നെല്ലിക്ക വലിപ്പമൊന്നും വേണ്ട, ഒരു ചെറിയ നെല്ലിക്കയുടെ ഒരു പകുതി വലിപ്പം മതി. അത്രയും മതി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാനായിട്ട്. പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, കാരണം പെട്ടെന്ന് കലക്കാൻ പറ്റും. മറ്റേത് കലങ്ങി പറഞ്ഞാൽ കുറച്ച് പാടാണ്. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അലിയിപ്പിച്ചിട്ട് വേണം ഒന്ന് പച്ചവെള്ളത്തിലോട്ട് കലക്കാനായിട്ട്. അതിന് കുറച്ചുകൂടി എഫക്റ്റ് കൂടുതൽ ഈ കായക്കട്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ചേ ഇടാവുള്ളൂ. അപ്പം നമ്മൾ കൂടിപ്പോയാലും നമ്മുടെ ചെടികൾക്ക് ദോഷമാണ്. കറക്റ്റ് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് മുരടിപ്പൊക്കെ മാറിയ ചെടി ഹെൽത്തി ആയിട്ട് വളരും. ഈ നീരൂട്ടി കുടിക്കുന്ന പ്രാണികളൊക്കെ വന്ന് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് മുരടിച്ച് പോകുന്നതും കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്നതും ഒക്കെ കേട്ടോ, മൊട്ടുകൾ കരിഞ്ഞു പോകുന്നതും ഒക്കെ. അപ്പോൾ ഇതിനെല്ലാം നല്ലൊരു പരിഹാരമാണ്. അതുപോലെ പച്ചക്കറി തൈകളിലൊക്കെ ഇതുപോലെ പ്രശ്നങ്ങളുള്ളപ്പം ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ ഒരു ടീസ്പൂണ് കായപ്പൊടി എടുത്തു, 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തു കുറച്ച് നേരം ഒന്ന് വെച്ച് കേട്ടോ. കലങ്ങിയില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെക്കണേ. വെച്ചതിന് ശേഷമേ നമുക്ക് ഒരു സ്പ്രേയറിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നമ്മുടെ ചെടികളിൽ ഏതൊക്കെ ചെടികൾക്കാണോ ഇതുപോലെ പ്രശ്നമുള്ളത് ആ ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പ്രാണികളുടെ ശല്യവും പ്രാണികൾ വന്നിരിക്കുന്നതും വണ്ടുകൾ വന്നിരിക്കുന്നതും ഒക്കെ വൈകുന്നേരങ്ങളിലാണ്. അത് വന്നിരുന്ന് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ രാവിലെ നോക്കുമ്പോഴത്തേനും കാണാൻ സാധിക്കും ഇങ്ങനെ പൂക്കളുടെ നടുക്ക്, റോസയുടെ പൂക്കളുടെയൊക്കെ നടുക്ക് ഇങ്ങനെ 3-4 എണ്ണം ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് നല്ലതായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് തെറിച്ച് പെട്ടെന്ന് പറന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് അത് നമ്മുടെ ആ ഒരു ചെടിയിലോട്ട് അടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമ്മുടെ ചെടി നല്ലവണ്ണം കട്ട കുത്തി പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന എനിക്ക് ഒത്തിരി റിസൾട്ട് തന്ന ഒരു വളമാണ് ഇതിൻ്റെ പേര് ഫെർട്ടിഫ്ലോ ബാലൻസ് എന്നാണ്. NPK 19-19-19. അപ്പോൾ ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് നല്ലവണ്ണം റിസൾട്ട് തന്നാണ്. ഞാൻ ഇടയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു രാസവളമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടികൾക്ക് ഇപ്പം ഞാൻ ഒരു ജൈവവളം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏകദേശം 15 ദിവസമായി. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു രാസവളം കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പം 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് എടുക്കുന്നത്. 10 ലിറ്റർ വെള്ളത്തിന് 10 ടീസ്പൂണ് മതി. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. 10 ടീസ്പൂൺ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എത്ര ടീസ്പൂണാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. 1 ടീസ്പൂൺ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം. അത്രയും എടുത്താൽ മതി.
നമ്മൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരിക്കലും കൂടി പോകരുത്, കുറഞ്ഞു പോയാലും കൂടി പോകരുത് കേട്ടോ. കറക്റ്റ് ഒരു അളവിൽ മാത്രം കൊടുക്കുക. അപ്പം ഞാനൊരു കുപ്പിയിൽ, അതായത് 1 ലിറ്റർ അളവിലുള്ള ഒരു കുപ്പിയിലാണ് വെള്ളം എടുത്തേക്കുന്നത്. കറക്റ്റ് 10 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10 ടീസ്പൂണ് നമ്മുടെ ഈ NPK ഫെർട്ടിഫ്ലോ ബാലൻസ് NPK 19 ഇതും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലലിയും. ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം കേട്ടോ. നമുക്ക് മഴക്കാല സമയത്ത് മാത്രം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഴ വന്നപ്പം ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ചെടികളിലൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമുക്ക് എന്താ പറയുക, സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മഴയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ഈ വെള്ളം നമ്മുടെ ഇപ്പോൾ രാവിലെ നമ്മളെ ചെടിയൊന്നും നനച്ചില്ല എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ഇത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നനച്ചാൽ മതി. നല്ലവണ്ണം ഇതങ്ങ് ഒഴിച്ചു കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അതിൻ്റെ പുറകെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ലിക്വിഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഈ ഒരു റോസ കണ്ടോ, നല്ലവണ്ണം ഇതുപോലെ ഞാൻ മാറിയും മറിച്ചും ഒക്കെ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തൊരു റോസയാണ്. നല്ല ഭംഗിയായിട്ട് നിറയെ മുട്ടുകളും നിറയെ ബ്രാഞ്ചസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തിങ്ങി, അതായത് നല്ല എന്താ പറയുക, വട്ടത്തിൽ നല്ല പോലെ വന്നിട്ട് എല്ലാത്തിലും മുട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നല്ല ഭംഗിയുള്ള പൂക്കളും വലിയ പൂക്കളുമാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ രീതിയിൽ നമ്മുടെ റോസൊക്കെ, ഇതൊക്കെ ബഡ് റോസ് ആണ് കേട്ടോ, ബാംഗ്ലൂർ ബഡ് റോസ് ആണ്. അപ്പോൾ ബാംഗ്ലൂർ ബഡ് റോസ് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കാൻ പാടാണ്. നമ്മൾ കറക്റ്റ് രീതിയിൽ അതിന് വളം കൊടുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലെ നല്ലവണ്ണം നമുക്ക് പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ, ഇന്നിപ്പം ഞാൻ രാസവളമാണ് കൊടുത്തത്, ഇനിയും 15 ദിവസം കൂടുമ്പോൾ ജൈവവളം കൊടുക്കും. അപ്പോൾ ഇത് കലക്കുമ്പം കണ്ടോ, നമ്മുടെ ഒരു ലൈറ്റ് റോസ് കളറാണ് ഈ വെള്ളത്തിന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലപോലെ 1 കപ്പ് വീതം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. നല്ലപോലെ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്തിട്ട് പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇപ്പോൾ രാവിലെയാണ് നനയ്ക്കുന്നത് കേട്ടോ. ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇങ്ങനെയൊക്കെ മാറിയും മറിച്ചും ചെയ്താൽ മാത്രമേ നമ്മുടെ റോസയിലൊക്കെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കാൻ മറക്കുക. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി നിങ്ങളുടെ റോസയെ സംരക്ഷിച്ച് നല്ലപോലെ പൂക്കളുണ്ടാകാൻ സാധിക്കുന്ന ഓരോ വളങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടുന്ന വളങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.